എല്ലാം അറിയില്ല. ചോദ്യം ചെയ്യാനും എന്തെങ്കിലും ഒരു അറിയിപ്പ് വന്നിരുന്നോ? അറിയിപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം, എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. SIT ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു വിവരവുമില്ല, തനിക്ക് ഒരു അറിവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. നേരത്തെ KC ജോസഫ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര രഹസ്യാത്മകതയുള്ളത് ഈ കാര്യത്തിൽ എന്നുള്ളത്. TS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഹരി, SIT ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നുള്ള കാര്യം താൻ അറിഞ്ഞിട്ടില്ല, തനിക്കറിയില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതെ 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 അദ്ദേഹം സംസാരിച്ചതും അങ്ങനെയാണ്. അതായത് ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പ് തങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, അതായത് SIT ഇങ്ങനെ അന്വേഷണ സംഘം അങ്ങയെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പറഞ്ഞു അത് ഫേക്ക് ന്യൂസാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ട് ശിവഗിരിയിലെ പരിപാടിയിൽ നിന്ന് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് മടങ്ങുന്നത്. TS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശിവഗിരി തീർത്ഥാടന ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് അടൂർ പ്രകാശ് മടങ്ങുന്നത്. SIT ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് SIT തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമില്ല, തന്നെ ഒന്നും അറിയിച്ചിട്ടില്ല, അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെയും അറിയിക്കാമെന്ന് അടൂർ പ്രകാശ്. അദ്ദേഹം ഇവിടുത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം ഇറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിന് അറിയിപ്പ് കിട്ടിയിരുന്നു, അദ്ദേഹം അതിനെപ്പോഴായിരിക്കും പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയായിരുന്നു മാധ്യമങ്ങൾ പുറത്തു നിന്നത്. പക്ഷേ അദ്ദേഹം ഇറങ്ങിയ സമയത്ത് അത് ചോദിച്ചപ്പോൾ തന്നെ അതൊരു ഫേക്ക് ന്യൂസാണ്, അങ്ങനെ ഒരു അറിയിപ്പും തന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയാൽ തന്നെ അത് ഞാൻ നിങ്ങളെ തന്നെ മാധ്യമങ്ങളെ തന്നെ അറിയിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ അദ്ദേഹം ആ വാർത്ത നിരസിക്കുകയാണ്.